വെൽക്കം ടു നീറ്റ് മാസ്റ്റർ മലയാളം യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഫിസിക്സിലത്തെ പുതിയൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഫിസിക്സിലത്തെ തന്നെ ഏറ്റവും എളുപ്പമായിട്ടുള്ള ചാപ്റ്ററാണ്. ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ്. ഈ ചാപ്റ്റർ എന്താ ഇത്ര എളുപ്പമെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസ് ഉണ്ട്. ആ ഒരു സെൻറ്റൻസ് എന്ന് പറയുക കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി ശരിക്കും. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കടക്കാം. ഈ ചാപ്റ്ററിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസത്തിനെയും ട്രൂ ആയിട്ട് ഒന്നിപ്പിക്കുകയാണ് ചെയ്യണത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയുള്ള ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസം അത് രണ്ടും കൂടി യോജിപ്പിക്കുകയാണ് ഈ ചാപ്റ്ററിൽ ചെയ്യണത്. ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഒരു എക്സ്പെരിമെൻ്റ് വെച്ചിട്ടാണ്. നമ്മൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്ററിൽ കണ്ടിരുന്നത് എന്തെന്ന്, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിൻ്റെ അടുത്ത് ഒരു കോമ്പസ് നീഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. എന്താണ് കോമ്പസ് നീഡിൽ എന്ന് പറയുന്നത്? എന്താണ്? ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു മാഗ്നറ്റാണ്. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിൻ്റെ അടുത്തൊരു ഫ്രീലി സസ്പെൻഡഡ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിന് മോഷൻ സംഭവിക്കുന്നുണ്ടെന്നാണ് അപ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു കണ്ടക്ടർ വെറുതെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ അടുത്തൊരു മാഗ്നറ്റ് വന്നിട്ട് വെറുതെ മോഷൻ നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പോൾ കണ്ടക്ടറിൽ കറണ്ട് കാണിക്കണ്ടേ? കറണ്ട് കാണിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഫാരഡേയും ഹെൻറിയും കൂടിയും ചെയ്തിട്ടുള്ളതാണ്. ഫാരഡേസ് എക്സ്പെരിമെൻ്റ് എന്നാണ് പക്ഷേ ഇതിനെ അറിയപ്പെടുന്നത്. എന്താണ് എക്സ്പെരിമെൻറ്റ്? 3 എക്സ്പെരിമെൻ്റ് ഉണ്ട് ഇതിൽ. കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻറ്റിൽ ഒരെണ്ണം, പിന്നെ കോയിൽ വെച്ചിട്ട് തന്നെ 2 എക്സ്പെരിമെൻറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് തന്നെ നോക്കാം. ഈ എക്സ്പെരിമെൻറ്റിൽ ഒരു കോയിലും ഒരു മാഗ്നറ്റാണ് മെയിനായിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ തിയറി ഒന്ന് മനസ്സിലാക്കുക. എന്താണ്? ഒരു മാഗ്നറ്റ് മൂവ് ചെയ്യാണ്. മാഗ്നറ്റ് മൂവ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യാന്നാണ് അർത്ഥം. അപ്പോൾ ഒരു കോയിലും മാഗ്നറ്റും ഉണ്ട്. അപ്പോൾ ഈ കോയിലിനുള്ളിലൂടെ പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുമ്പോൾ കറണ്ട് ഉണ്ടാവും. അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യം തന്നെ നമുക്ക് ഫിഗർ ഒന്ന് നോക്കാം. ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ്. ഇതാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഡയഗ്രാം എന്ന് പറയാനുള്ളത്. ഇത് നമ്മുടെ കോയിൽ, ഇത് കോയിൽമേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഗാൽവനോമീറ്റർ ആണിത്. ഇതൊരു മാഗ്നറ്റുമാണ്. മാഗ്നറ്റിൻ്റെ റെഡ് പോർഷനിൽ കാണിച്ചിരിക്കുന്നത് നോർത്ത് പോളും, ബ്ലൂ പോർഷനിൽ കാണിച്ചിരിക്കുന്നത് സൗത്ത് പോളും, ഈ ആരോ മാർക്കിട്ട് കാണിച്ചിരിക്കുന്നതെല്ലാം അതിൻ്റെ ഫീൽഡ് ലൈൻസുമാണ്. നമുക്കറിയാം, ചെറുപ്പത്തിലോട്ട് തന്നെ കേട്ടിട്ടുള്ളതാണ് മാഗ്നറ്റിൻ്റെ ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത് സൗത്തിലേക്ക് അവസാനിക്കുന്നതാണ്. അപ്പോൾ അതാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു മാഗ്നറ്റിനെ പിടിച്ചിട്ട് ഇപ്പം ഇങ്ങോട്ട് ഒരു വി വെലോസിറ്റിയിൽ നീക്കുകയാണെന്ന് വിചാരിച്ചു. ഇത് പെട്ടെന്ന് നീക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിക്കും. അതായത് എന്താണ് അർത്ഥം? ഈ കോയിലിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നതാണ് അർത്ഥം അതിൻ്റെ. ഇപ്പോൾ ഇങ്ങോട്ട് കറണ്ട് ഒരു മാഗ്നറ്റ് നീക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കറണ്ട് ഇതുപോലെ പാസ് ചെയ്യും. അതാണ് ഫാരഡേസ് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്. ഇനി ഇത് എന്താണ് കണ്ടീഷൻ എന്നുള്ളത് ഓർക്കണം. നിങ്ങൾ ഓർക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എവിടെയൊക്കെ കട്ട് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെയാണ് കറണ്ട് പോകുന്നത്. അപ്പോൾ അതെ, ഞാൻ ഇവിടെ ഒരു കോയിൽ കാണിക്കാം. ഇതുപോലൊരു കോയിലിനെ കൺസിഡർ ചെയ്യാം. പിന്നെ ഇതുപോലൊരു മാഗ്നറ്റിന് നോക്കാം. ഇതിലിപ്പോൾ ഈ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഈ വൈറ്റ് കളറിൽ കാണിച്ചിരിക്കുന്നതെല്ലാം ഫീൽഡ് ലൈൻസ് ആണ്. അതൊക്കെ ഇത് കാണാനായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റാം. ബാക്ക്ഗ്രൗണ്ട് മാറി. അപ്പോൾ നമുക്ക് നോക്കാം. ഇതുപോലുള്ളൊരു മാഗ്നറ്റാണെന്ന് നമുക്ക് വിചാരിക്കാം. ഇതിലിപ്പോൾ റെഡ് പോർഷനിൽ കാണിച്ചിരിക്കുന്നത് ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും, ബ്ലൂ പോർഷനിൽ കാണിച്ചിരിക്കുന്നത് സൗത്ത് പോളാണ്. ഇതെന്ന് പറയുന്നത് ഈ വൈറ്റ് കളറിൽ കാണിച്ചിരിക്കുന്നത് ഇതെല്ലാം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ കോയിലുമാണ്. നമ്മുടെ കോയിലെന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ എപ്പോഴൊക്കെ കട്ട് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെയാണ് കോയിലിലൂടെ കറണ്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിന് കാണിച്ചത് എന്താണ്? കോയിൽ ഇതുപോലെ ഇരിക്കുന്നുണ്ട്. മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ഇതിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് മാത്രമല്ല, ഇതിലിപ്പോൾ ഈ ഒരു ഫീൽഡ് ലൈൻസ് മാത്രമല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ചും കൂടി വലിയ ഫീൽഡ് ലൈൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഈ ഒരു മാത്രമേ കാണിക്കണുള്ളൂ. ഇതിലിപ്പോൾ കണ്ട മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കട്ട് ചെയ്യുന്നുണ്ട്. ഈ കട്ട് ചെയ്യുന്ന എല്ലാ കേസുകളിലും എന്താണ്? കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കട്ട് ചെയ്ത് കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്ത് പാസ് ചെയ്യുന്ന കേസുകളിലാണ് കോയിലിലൂടെ കറണ്ട് പോകുന്നുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറവ് കറണ്ട് ആയിരിക്കും കോയിലിലൂടെ പോകുന്നുള്ളൂ, കാരണം കുറച്ച് ലൈൻസേ കട്ട് ചെയ്യണുള്ളൂ. പക്ഷേ ഇതുപോലത്തെ ഉള്ള കേസിലാണെങ്കിലും കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലോണം കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കട്ട് ചെയ്യുന്ന കേസിലാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. ഒന്നുകൂടി ഞാൻ ഇത് കാണിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കട്ട് ചെയ്യുന്നത് ഇതിലൂടെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ഡയഗ്രാമിലേക്ക് തിരിച്ചു പോകാം.
അപ്പോൾ ഈ മാഗ്നറ്റ് ഇങ്ങോട്ട് അടുത്ത് വരുമ്പോൾ ഇവിടുത്തെ ഫീൽഡ് ലൈനുകളുടെ എന്താ പറയുക അടുത്തടുത്താണ്. അപ്പോൾ ഇവിടുത്തെ ഫീൽഡ് സ്ട്രെങ്ത് കൂടും. അപ്പോൾ ഈ മാഗ്നറ്റ് അടുത്ത് വരുന്നതിനനുസരിച്ച് ഈ കോയിലിന് ബന്ധപ്പെട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു കറണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ കണ്ടത്? ഒരു മാഗ്നറ്റ് ഒരു പോള് തന്നെ ഒരു കോയിലിൻ്റെ അടുത്തേക്ക് നീക്കുമ്പോൾ കോയിലിനടുത്ത് കണക്ട് ചെയ്തിരിക്കുന്നത് ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിക്കും. ഇതാണ് ഫാരഡേസ് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് കണ്ടെത്തിയൊരു റിസൾട്ട് ഉണ്ട്. ഇതാണ് ആ റിസൾട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ മാഗ്നറ്റ് ആൻഡ് ദ കോയിൽ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഇൻഡക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇൻ ദ കോയിൽ. ഇതിലത്തെ കീവേഡുകളാണ് ഞാൻ റെഡിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ റിലേറ്റീവ് മോഷൻ. എന്താ റിലേറ്റീവ് മോഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്? നമ്മുടെ കോയിലിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യാൻ നമുക്ക് വേണ്ടോ. അത് വേരി ചെയ്യാനായിട്ട് ഇത് തമ്മിൽ മോഷൻ ഉണ്ടായാൽ മതി. നമ്മളിപ്പോൾ മാഗ്നറ്റിനെയാണ് പിടിച്ച് നീക്കിയിരുന്നത്. പക്ഷെ മാഗ്നറ്റിനെ സ്റ്റേഷനറി ആക്കിയിട്ട് കോയിലിനെ നീക്കിയാലും എന്താ പറയുക, കോയിൽ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യും. അപ്പോൾ എന്താണ്, റിലേറ്റീവ് മോഷൻ ഉണ്ടായാൽ മതി. ഏതെങ്കിലും ഒരെണ്ണം നീങ്ങിയാലും മതി, റിലേറ്റീവ് മോഷൻ ഉണ്ടായിരിക്കണം. രണ്ടും നീങ്ങണ കേസിലും പക്ഷെ ഒന്നും ഉണ്ടാവേണ്ടിയിരിക്കും. കാരണം രണ്ടും ഒരേ ഡയറക്ഷനിൽ ഒരേ വെലോസിറ്റിയിൽ നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അതിൻ്റെ അതേ വെലോസിറ്റി ഉള്ളൊരു ഫ്രെയിമിൽ കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും സ്റ്റേഷനറി തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, റിലേറ്റീവ് മോഷൻ ഉണ്ടായിരിക്കണം. ആ റിലേറ്റീവ് മോഷൻ ഉണ്ടാകുന്ന കേസിൽ ആണ് ഇലക്ട്രിക് കറണ്ട് കോയിലൂടെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. എന്താണ്? ഇൻഡക്ഷൻ. റെസ്പോൺസിബിൾ ഫോർ ദി ഇൻഡക്ഷൻ. ഇതാണ് വാക്കെന്ന് പറയുന്നത്. ഇലക്ട്രിക് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നത്, ഇൻഡക്റ്റ് ചെയ്യുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് റിസൾട്ട് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ മാഗ്നറ്റ് ആൻഡ് ദ കോയിൽ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഇൻഡക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇൻ ദ കോയിൽ. അപ്പോൾ നമുക്കിനി ഫാരഡേ സെക്കൻഡ് എക്സ്പെരിമെൻറ്റ് പറയാം. സെക്കൻഡ് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത് കോയിൽ എക്സ്പെരിമെൻറ്റ് എന്നുള്ള സീരീസിലത്തെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ്. അതെന്താണ്? നമ്മൾ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് എന്താ പറയുക, ഫാരഡേസ് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ ഒരു കോയിലും ഒരു മാഗ്നറ്റാണ് ഉപയോഗിച്ചത്. ഇവിടെ 2 കോയിലാണ് ഉപയോഗിക്കുന്നത്. എന്താ 2 കോയിൽ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്ററിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പ്, അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കോയിൽ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ഡൈപോളിന് ഇക്വലൻ്റ് ആണെന്നാണ് നമ്മൾ പഠിച്ചത്. എന്താണ് ഈ മാഗ്നറ്റിക് ഡൈപോൾ ഉദ്ദേശിക്കുന്നത്? സാധാരണ മാഗ്നറ്റിന് തന്നെയാണ് നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ മാഗ്നറ്റിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഒരു കറണ്ട് ക്യാരിയിങ് കോയിലാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് തന്നെ, പക്ഷേ മാഗ്നറ്റിന് പകരം ഒരു കറണ്ട് ക്യാരിയിങ് കോയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡയഗ്രാം നോക്കാം. ഇതാണ് നമ്മുടെ സെറ്റപ്പ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഉള്ളത്? 2 കോയിലുകളാണ് നമുക്കുള്ളത്. ഒന്നാമത്തെ കോയിൽ എന്ന് പറയുന്നത് സ്റ്റേഷനറി ആയിട്ട് നമ്മൾ വയ്ക്കും. ഈ കോയിലിലൂടെ കറണ്ട് ക്യാരി ചെയ്യുന്നുണ്ട്. ഈ കോയിലിനെ നമ്മൾ മാഗ്നറ്റിൻ്റെ പകരമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇതൊരു കറണ്ട് ക്യാരിയിങ് കോയിലാണ്. അപ്പോൾ ഇതൊരു മാഗ്നറ്റിക് ഡൈപോളിന് ഇക്വലൻ്റ് ആണ്. നമ്മൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കോയിലൂടെ പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും നമ്മൾ ആ ചാപ്റ്ററിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഒരു സോളനോയിഡിൻ്റെ കേസിൽ എങ്ങനെയൊക്കെയാണ് ഇതുപോലെ പോകുന്നത്, ഇതുപോലെ പോകുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോയിലിനെ നമ്മൾ മാഗ്നറ്റിന് പകരമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിലത്തെ മാഗ്നറ്റിന് പകരമാണ് നമ്മൾ സെക്കൻഡ് എക്സ്പെരിമെൻറ്റിൽ ഈ കോയിൽ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ എന്താണ് ചെയ്തത്? മാഗ്നറ്റിന് പിടിച്ചിട്ട് ഒരു വെലോസിറ്റി കൊടുത്തിട്ട് അത് ഇങ്ങോട്ട് നീക്കി. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ഈ കോയിലിന് ഇങ്ങോട്ടൊരു വെലോസിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു കോയിലിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് വേരിയിങ് ആണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു കോയിലിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുണ്ടായ സത്യത്തിൽ നമ്മൾ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ ചെയ്തത് തന്നെ ഈ ഒരു കോയിലിനെ വിത്ത് റെസ്പെക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോയിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത്രയ്ക്കുള്ള സെക്കൻഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിലത്തെ മാഗ്നറ്റിന് പകരം ഒരു കറണ്ട് ക്യാരിയിങ് കോയിലായിട്ട് റീപ്ലേസ് ചെയ്തു. അതാണ് സെക്കൻഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞത്. ഇനി ഫാരഡേസ് തേർഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇത്തിരി കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് കോയിൽ എക്സ്പെരിമെൻറ്റ് തന്നെയാണ്. അപ്പോൾ എന്താണ് സെറ്റപ്പ് എന്ന് പറയുന്നത്? 2 കോയിലുകൾ തന്നെ. അപ്പോൾ നമുക്ക് ഡയഗ്രാം വെച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡയഗ്രാം നോക്കാം. ഇതാണ് നമ്മുടെ ഡയഗ്രാം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്? 2 കോയിലുകളുണ്ട്. ഒന്നാമത്തെ കോയിൽ എന്ന് പറയുന്നത് എന്താ പറയുക, ഇപ്പോൾ ഈ കോയിലിന് നമ്മൾ തൽക്കാലത്തേക്ക് ഒരു C1 എന്നും ഈ കോയിലിനൊരു C2 എന്നും നമുക്ക് ഡിനോട്ട് ചെയ്യാം. എന്താണ് ഈ ഡോട്ടഡ് ലൈൻ കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്? ഡോട്ടഡ് ലൈൻ കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കോയിലിൻ്റെയും ആക്സിസ് സെയിം ആണെന്നുള്ള അർത്ഥം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കോയിലും പരസ്പരം തമ്മിൽ ലിങ്കേജ് ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ C1 ആയിട്ടൊരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, C2 ആയിട്ട് ഒരു ബാറ്ററിയും ഒരു കീയും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താണ് ഈ തേർഡ് എക്സ്പെരിമെൻറ്റ് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് എന്ന് പറയാൻ കാരണം,
നമ്മൾ എന്താ പറയുക ഇതേവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, റിലേറ്റീവ് മോഷൻ ഉണ്ടാവണമെന്നാണ്. പക്ഷേ റിലേറ്റീവ് മോഷൻ ഇല്ലാണ്ട് തന്നെ നമ്മൾ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റിനും സെക്കൻഡിലായിട്ട് റിലേറ്റീവ് മോഷൻ വേണമെന്നാണ് പറഞ്ഞത് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട്. പക്ഷേ ഈ എന്താ പറയുക റിലേറ്റീവ് മോഷൻ കൊണ്ട് ഉണ്ടാവുന്നത് എന്തായിരുന്നു സത്യത്തിൽ, മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യാണ് ചെയ്തിരുന്നത്. അപ്പോൾ റിലേറ്റീവ് മോഷൻ ഇല്ലാതെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യും. എപ്പോഴൊക്കെയാണ്, ഇതിലിപ്പോൾ ഈ ഒരു കോയിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സീറോ ആണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ലോങ് സോളിനോയിഡിൻ്റെ കേസിൽ ഇതിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് B=μ0NI എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ NI എന്നുണ്ട്. ആ I സീറോ ആണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സീറോ ആണ്. അപ്പോൾ ഈ കീ ഓപ്പൺ ആയിരിക്കുന്ന നേരത്ത് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് സീറോ ആണ്. പക്ഷേ പെട്ടെന്ന് കീ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് പാസ് ചെയ്യും, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയും ചെയ്യും. അതായത് എന്താണ് സംഭവിച്ചത്, മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യും. അപ്പോൾ കീ ക്ലോസ് ചെയ്ത ഉടനെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യും. ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ വേരി ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ പരസ്പരം ലിങ്കേജ് ഉണ്ടെന്നാണ് പറഞ്ഞത്. മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെയും ഇതിൽ വേരി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും വേരി ചെയ്യും. ഒരു കോയിലിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പഠിച്ചത്, അതിനകത്തൊരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്താണ് ഉണ്ടാവുന്നത്, നമ്മൾ പെട്ടെന്ന് കീ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിച്ചിട്ട് പെട്ടെന്ന് അത് സീറോ ആകും. കാരണം പിന്നെ മാഗ്നറ്റിക് ഫീൽഡിൽ ഇവിടെ വേരിയേഷൻ സംഭവിക്കണില്ല. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വേരിയേഷൻ ഇവിടെയും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇതിൽ കറണ്ട് ഇൻഡ്യൂസ് ആവണില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചത്, കീ പെട്ടെന്ന് ക്ലോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ഡിഫ്ലക്ഷൻ കാണിച്ചിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് സീറോയിലേക്ക് പോകും. അതേ കേസ് തന്നെയാണ് ഈ കീ ക്ലോസ് ചെയ്താലും. ക്ലോസ് ചെയ്യണതിന് മുമ്പ് ഇതിനകത്ത് μ0NI എന്നുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരുന്നു. പക്ഷേ കീ പെട്ടെന്ന് ഓപ്പൺ ചെയ്തപ്പോൾ എന്താണ്, പെട്ടെന്ന് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് സീറോയിലേക്ക് എത്താണ് ചെയ്തത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഈ കോയിലും മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുകയാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്തത് മൂലം തന്നെ ഈ ഒരു കോയിൽ ഇലക്ട്രിക് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഏതൊക്കെ കേസിലാണ് ഈ കീ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു ഡിഫ്ലക്ഷൻ കാണിക്കും, ഈ കീ ക്ലോസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യുമ്പോഴും ഒരു ഡിഫ്ലക്ഷൻ കാണിക്കും. അതാണ് ഫാരഡേസ് തേർഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രസക്തി എന്താണ്, റിലേറ്റീവ് മോഷൻ ഇല്ലാതെ തന്നെ നമ്മൾ ഇലക്ട്രിക് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യാണ് ചെയ്തത്. നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു കോയിലിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കോയിലിന് വിത്ത് റെസ്പെക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുമ്പോൾ ഒരു കറണ്ട് ഉണ്ടാകുന്നതാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഫീൽഡിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ലൊരു ടേം നമുക്ക് ഉപയോഗിക്കുന്നതാണ്. ഫീൽഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടിയും എന്താ പറയുക വ്യത്യസ്തം വന്നാൽ, ഫീൽഡിൽ വ്യത്യാസം വന്നില്ലെങ്കിലും നമുക്ക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസം വന്നില്ലെങ്കിലും നമുക്ക് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഫീൽഡിനെക്കാട്ടിലും നല്ലൊരു ടേം നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ടേമാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഈ ടേമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാനായിട്ട് ഫൈ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലും ഇലക്ട്രിക് ഫ്ലക്സിനെ ഡിനോട്ട് ചെയ്യാൻ ഫൈ തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫൈ ബി എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യും. അപ്പോൾ എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡിനോട്ട് ചെയ്യുന്നത് ഫൈ ബി എന്നുള്ള ആൽഫബറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വെച്ചാൽ, നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ തന്നെ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് പറഞ്ഞത്, ഒരു സർഫസിനൂടെ നോർമലായിട്ട് പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണമാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനോട് തന്നെ അനാലജി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ, അവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആയിരുന്നു, അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. അപ്പോൾ എന്താണ്, ഇതുപോലുള്ളൊരു സർഫസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സർഫസിന് നോർമലായിട്ട് പാസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഇക്വേഷൻ എഴുതാനായിട്ട് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എന്താണ് പഠിച്ചത്, ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, ഇലക്ട്രിക് ഫീൽഡ് ഇൻ്റെയും ഏരിയ വെക്ടറിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ ബി ഈസ് ഈക്വൽ ടു എന്താണ്, അവിടെ ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നു, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ബി ഡോട്ട് ഏരിയ വെക്ടർ എ. ഏരിയ വെക്ടർ എന്തായിരുന്നു, ഒരു സർഫസിൻ്റെ ഏരിയ എന്നുള്ളത് മാഗ്നിറ്റ്യൂഡായിട്ടും ആ സർഫസിന് നോർമലായിട്ടുള്ള ഡയറക്ഷനുള്ള ഒരു വെക്ടറിനെയാണ് നമ്മൾ ഏരിയ വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എയും പിന്നെ ഡോട്ട് പ്രോഡക്റ്റിൻ്റെ എക്സ്പാൻഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബി എ കോസ് തീറ്റ എന്നുള്ളതാണ് ഫോർമുല. അപ്പോൾ ഈ തീറ്റ അവിടെ നിന്ന് ഒന്നെന്ന് അറിയാനായിട്ട് ഇതെന്ന് പറയുന്നത് അതിൻ്റെ നോർമലിൻ്റെ ഡയറക്ഷൻ, ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ, ഇതെന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ബിയുടെ ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഏരിയ വെക്ടറിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും തമ്മിലുള്ള ഡയറക്ഷനാണ്. ചില ക്വസ്റ്റ്യനിൽ തരം എന്തായിരിക്കും, സർഫസും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളായിരിക്കും തരിക. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്, തീറ്റ എന്ന് പറയുന്നത് ഏരിയ വെക്ടറിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും തമ്മിലുള്ള ആംഗിളാണെന്നുള്ളത് പ്രത്യേകം ഓർക്കണം. അതാണ് മാഗ്നറ്റിക് ഫ്ലക്സിനുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് വെബറാണ്. അതിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ W പിന്നെ സ്മോൾ ലെറ്റർ B വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എന്താണ് വെബർ, അല്ലാന്നുണ്ടെങ്കിൽ ടെസ്ല മീറ്റർ സ്ക്വയർ ആണ്.
ടെസ്ല മീറ്റർ സ്ക്വയർ. ഇതാണ് നമ്മുടെ SI യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡോട്ട് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയുമാണ്. ഇനി ഞാൻ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് എന്തെന്ന്, ഒരു സെൻറ്റൻസ് എന്താ പറയുക നന്നായി മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ നല്ലോണം എളുപ്പമായിരിക്കും. ഈ ചാപ്റ്റർ ഏകദേശം കംപ്ലീറ്റ് ആയെന്നും പറഞ്ഞു. ആ സെൻറ്റൻസ് പറയാനായിട്ടുള്ളത് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടേമാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസ് എന്താണെന്ന് നോക്കാം. ഈ സെൻറ്റൻസിന് തന്നെ ഫാരഡേസ് ഫസ്റ്റ് ലോ എന്നും ചില ബുക്കുകളും ചില ടീച്ചർമാരൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് ആ സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ആ സെൻറ്റൻസിൻ്റെ ഒപ്പം ഓർക്കേണ്ടതായിട്ടുള്ള വേറൊരു കാര്യമാണ്. അപ്പോൾ ആ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്: വെൻ എവർ ദർ ഈസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്. അത്രയൊക്കെയാണ് നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ളത്. എന്താണ്, ഇപ്പോൾ ഒരു കോയിലിൻ്റെ കേസാണെന്ന് എടുത്തോ, ഈ കോയിലിന് ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തോ അതിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. അതിനർത്ഥം എന്താണ്, അതിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റൻസിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് തലങ്ങും വിലങ്ങും ഒക്കെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ ഇതിലൊരു EMF എന്താ പറയുക, EMF ഇൻഡ്യൂസ് ആവണുണ്ടോ, അതുപോലെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം. ഇതിൽ EMF കൊടുത്തോ അപ്പോഴും അതിനുള്ളിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം. മാഗ്നറ്റിക് ഫ്ലക്സ് ചെയ്യുന്നുണ്ടോ EMF ഉണ്ടായിരിക്കും, EMF ഉണ്ടാവുന്നുണ്ടോ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അത് എന്താ പറയുക, കോൺവേഴ്സ് റിലേഷൻ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഓർത്തിരിക്കേണ്ട എക്സ്ട്രാ ആയിട്ടുള്ള കാര്യമാണ് ദിസ് EMF വിൽ ലാസ്റ്റ് ആസ് ലോങ് ആസ് ദർ ഇസ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. എന്താണ് ഈ എന്താ പറയുക, മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരുന്നതും EMF ഇൻഡ്യൂസ് ആവുന്നതും ഒരു ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ്സാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്രോക്സിമേറ്റ് ആണ്, എന്നാലും അത് ഇൻസ്റ്റൻറ്റേനിയസ് ആണെന്ന് ഓർമ്മ വരണം. അപ്പോൾ ഇതൊന്നും കൂടി പറയുന്നത് വെൻ എവർ ദർ ഈസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ്. കീവേഡുകൾ ഞാൻ പിന്നെയും റെഡിൽ എടുത്തിട്ടുണ്ട്: ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സും EMFഉം. പിന്നെ അതിൻ്റെ ഒപ്പം ഓർക്കേണ്ടത് എന്താണ്, ഈ മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടാകുന്ന ചേഞ്ചിൻ്റെ അതേ ഇൻസ്റ്റൻറ്റിൽ തന്നെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നുള്ളതാണ്. ഇനി പറയാൻ പോകുന്നത് ഈ ചാപ്റ്ററിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ലോകളാണ്. എന്തൊക്കെയാണ് അത്? ഫാരഡേസ് ലോസും ലെൻസസ് ലോ. ഫാരഡേസ് ലോയിൽ തന്നെ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ സെൻറ്റൻസിന് ഫസ്റ്റ് ലോ ആയിട്ട് ചില ബുക്കുകളിൽ പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇനി പറയാൻ പോകുന്നത് ഫാരഡേസ് സെക്കൻഡ് ലോ എന്നുള്ളതായിരിക്കും ആ ബുക്കുകൾ കാണിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഞാനിവിടെ NCERTയിൽ ഇത് ഫാരഡേസ് ലോ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഫാരഡേസ് ലോ നോക്കാം. ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷൻ, അഥവാ ചില ബുക്കുകൾ കാണിക്കുന്നത് ഫാരഡേസ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എന്താ പറയുക, ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ EMF ഇൻഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു. ആ EMF ഇൻഡ്യൂസ് ചെയ്യുന്ന ആ EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ഫ്ലക്സിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. എന്താണ്, the magnitude of the induced EMF is directly proportional to the rate of change of magnetic flux d∅b by dt എന്നാണ് നമ്മൾ പറയുന്നത്. മോഡ് E ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു d∅b ഡിവൈഡഡ് ബൈ dt. ഇതാണ് എന്താ പറയുക ഫാരഡേസ് സെക്കൻഡ് ലോ അഥവാ ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷൻ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, പ്രൊപ്പോർഷണാലിറ്റി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമ്മൾ കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ അത്ര വലിയ കോൺസ്റ്റൻ്റ് ഒന്നുമില്ല. ഞാനിപ്പോൾ മോഡ് ചെയ്യുന്നൊന്നും എഴുതണില്ല, വെറുതെ E തന്നെയാണ് എഴുതുന്നത്. E = -d∅/dt. ഇതാണ് കൃത്യമായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതെന്ന് പറയുന്നത് കോയിലിൻ്റെ കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ടേണുള്ള കോയിലിനാണ് ഈ ഒരു ഇക്വേഷൻ. n നമ്പർ ഓഫ് ടേൺസ് ഉള്ള ഒരു കോയിലാണെന്നുണ്ടെങ്കിൽ E = -n × d∅/dt. അപ്പോൾ ഇതൊക്കെയാണ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇത് ജനറൽ ആയിട്ടുള്ള കേസ്, അഥവാ ഒരു ടേണുള്ളൊരു കോയിലിൻ്റെ കേസ്, n നമ്പർ ഓഫ് ടേൺസ്, ക്യാപിറ്റൽ N നമ്പർ ഓഫ് ടേൺസ് ഉള്ളൊരു കോയിലാണെന്നുണ്ടെങ്കിൽ E = -d∅/dt. അപ്പോൾ ഇതിൽ n ഉള്ളതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം, നമുക്ക് എന്താ പറയുക, ഇൻഡ്യൂസ് ചെയ്യുന്ന EMF കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാൽ മതി. അതോടൊപ്പം തന്നെ ഈ മൈനസ് എന്തിനാണ് കാണിക്കുന്നത്, മൈനസ് എന്താ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന EMFൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ചേഞ്ച് ഇൻ ഫ്ലക്സിന് ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കും. അതിനെയാണ് ഈ മൈനസ് സൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നതാണ് അടുത്ത പറയാനായിട്ടുള്ളല്ലോ. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഈ ഇക്വേഷൻ പഠിച്ചിരിക്കുന്നത് എന്തെന്ന്, E = -d∅/dt, അല്ലാന്നുണ്ടെങ്കിൽ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ E = -n × d∅/dt. ഇനി അടുത്ത് പറയാനായിട്ടുള്ള ലോ ആണ് ലെൻസസ് ലോ എന്ന് പറയുന്നത്. അത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കോയിലിൻ്റെ എന്താ പറയുക, ഇപ്പോൾ പറഞ്ഞു ഒരു കറണ്ട് കാര്യം കോയിലിൽ എന്താ പറയുക ഒരു മാഗ്നറ്റിക് ഡൈപോളിന് ഈക്വലൻ്റ് ആണെന്ന് പറഞ്ഞു. ഒരു മാഗ്നറ്റിക് ഡൈപോളിന് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. അപ്പോൾ ഈ കോയിലിൽ നോർത്തും സൗത്തൊക്കെ എങ്ങനെയായിരിക്കും അതറിയാനായിട്ടാണ് ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത്.
ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതുപോലെ ഒരു കോയിലിനെ പറഞ്ഞത് വിചാരിച്ചോ. ഈ കോയിലിൽ ഈ ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നതെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് പോളായിരിക്കും എന്ന് അറിയാനായിട്ടൊരു ട്രിക്ക് ഉണ്ട്. എന്താണ് ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ബുക്കുകളനുസരിച്ച് ട്രിക്ക് വ്യത്യാസമുണ്ട്. ഞാൻ പഠിച്ചിരിക്കുന്ന ട്രിക്ക് ഇതാണ്. നമ്മൾ എൻ എന്ന് തന്നെ എഴുതാം. നോർത്ത് പോളിൽ എൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ എഴുതുമ്പോൾ എൻ നമ്മൾ ഇങ്ങനെയാണ് തുടങ്ങിയിട്ട് ഇങ്ങനെ തന്നെയല്ല പോവുക. അത് കുറച്ചും കൂടി ഇങ്ങനെ നീട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡയറക്ഷൻ കിട്ടും. അപ്പോൾ കണ്ട ഈ ഇതുപോലെ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നോർത്ത് പോളാണ് ഉണ്ടാവുക. ഇനി എസ് നമ്മൾ ഇങ്ങനെയല്ല എഴുതുക. അപ്പോൾ എസ്സിനെ തന്നെ കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡയറക്ഷൻ ഇട്ട് ക്ലോക്ക് വൈസ്. അപ്പോൾ ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് സൗത്ത് പോളാണ് ഉണ്ടാവുക. അപ്പോൾ എന്താണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്? കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ നോർത്ത് പോളും, ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോളാണ് ഉണ്ടാവുന്നത്. ഞാൻ ഇങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ NCERT കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഫിഗറാണ്. നമ്മളുടെ എന്നിനെ തന്നെ ഇങ്ങനെ ഒന്ന് വളച്ചിടുകയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരേ കാര്യം തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്താണ് എന്നിൻ്റെ 2 കാലുകൾ ഇത്തിരി വളച്ച് വെച്ചിരിക്കുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതെന്താണ് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്ത് പോളും എസ്സിന് ഇങ്ങനെ എഴുതിയിട്ട് ഈ 2 അറ്റങ്ങളിലും ആരോ മാർക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഇവിടെ സൗത്ത് പോളും ഉണ്ടാവും. കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ നോർത്ത് പോളും ഉണ്ടാവും. അല്ലെങ്കിൽ ഈ വാചകങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ നോർത്ത് പോളും, ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ സൗത്ത് പോളും. അപ്പോൾ ഇനി നമുക്ക് ലെൻസസ് ലോ നോക്കാം. ലെൻസസ് ലോ ഞാൻ സത്യത്തിൽ ഇപ്പോൾ തന്നെ പറഞ്ഞതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാരഡേസ് ലോ വെച്ചിട്ട് തന്നെ അതിലത്തെ നെഗറ്റീവ് സൈൻ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ലെൻസസ് ലോ എന്താണ്? നമ്മുടെ മൈനസ് സൈൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ലെൻസസ് ലോ നമ്മൾ ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന എന്താ പറയുക EMFൻ്റെ ഡയറക്ഷൻ, അതായത് പൊളാരിറ്റിയാണ് തരുന്നത്. അപ്പോൾ നമുക്ക് ഈ ലെൻസസ് ലോൻ്റെ വാക്കുകൊണ്ടുള്ള ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. ഇതാണ് ഡെഫിനേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇതിലത്തെ കീവേഡുകൾ ഞാൻ പിന്നെയും റെഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. The polarity of the induced EMF is such that it opposes the change in magnetic flux എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നുള്ളത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഈ ലെൻസസ് ലോ എന്ന് പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ ഒരു കോൺസിക്വൻസ് ആണ്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഒരു വാചകം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് നമ്മൾ ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന EMF എന്ന് പറയുന്നത് അതിൻ്റെ പൊളാരിറ്റി ഈ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിന് ഒപ്പോസ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒപ്പോസ് ചെയ്യും, അത് നമ്മൾ കൃത്യമായിട്ട് ഓർക്കേണ്ടതാണ്. അപ്പോൾ ഇനി ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജീനെ എങ്ങനെയാണ് ബന്ധപ്പെടുത്തുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ ഫാരഡേസ് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. എന്താണ് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒരു കോയിലിനെ എന്താ പറയുക ഒരു ഗാലനോമീറ്ററിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കോയിലിൻ്റെ അടുത്തേക്ക് ഒരു മാഗ്നറ്റിനെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ഓർക്കേണ്ടത്. ഒരു കോയിലിൻ്റെ അടുത്തേക്ക് ഒരു മാഗ്നറ്റിനെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കോയിലിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ ഇതാണ് ആ കോയിലിൽ നിന്നും ഇതാണ് ആ മാഗ്നറ്റിൽ നിന്നും നമുക്ക് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളാണ് കോയിലിനെ ഫേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ കോയിൽ എന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എൻ്റെ ഇപ്പോൾ ഇൻഡെക്സ് ഫിംഗർ നോർത്ത് പോളാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോർത്ത് പോൾ അതിനെ ഫേസ് ചെയ്യാണ്, കോയിലിനെ ഫേസ് ചെയ്യുകയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ മാഗ്നറ്റിനെ ഇങ്ങോട്ട് നീക്കുകയാണ് ചെയ്തത് കോയിലിൻ്റെ അടുത്തേക്ക്. അപ്പോൾ നമ്മൾ എന്താ പറയുക ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ തന്നെ കണ്ടു എന്തെന്ന് ഈ കോയിലിൽ കറണ്ട് ഇൻഡ്യൂസ് ആവുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താണ് ലെൻസസ് ലോ പറഞ്ഞത്? ലെൻസസ് ലോ പറഞ്ഞത് എന്താണ്? ഇൻഡ്യൂസ് ചെയ്യാൻ കാരണക്കാരനായ ആ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ നോർത്ത് പോളാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നോർത്ത് പോളിനെ റിപ്പൽ ചെയ്യാൻ ഒപ്പോസ് ചെയ്യാൻ, അതായത് റിപ്പൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത് നോർത്ത് പോളിനെ തന്നെയാണ്. നമ്മൾ അത് കണ്ടിട്ടുണ്ടല്ലേ, ഒരു മാഗ്നറ്റിൻ്റെ 2 സിമിലർ ആയിട്ടുള്ള പോളുകൾ വെച്ച് കഴിഞ്ഞാൽ റിപ്പൾഷനും ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോളുകൾ വെച്ച് കഴിഞ്ഞാൽ അട്രാക്ഷൻ ആണെന്ന് കണ്ടു. അപ്പോൾ ഇതിൽ എന്താ പറയുക നോർത്ത് പോൾ അടുത്ത് വരുന്നതാണ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിന് കാരണക്കാരനായിട്ടുള്ളത്. അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് ഈ ഒരു കോയിൽ എന്ന് പറയുന്നത് കറണ്ട് പാസ് ചെയ്യുമ്പോൾ നോർത്ത് പോൾ തന്നെ വരണം. നോർത്ത് പോൾ വരാനായിട്ട് എന്താണ് നമ്മൾ കണ്ടത്? കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ട് കറണ്ട് പോകണമെന്നാണ്. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ കറണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് പോൾ ഇവിടെ പ്രൊഡ്യൂസ് ആവും. നോർത്ത് പോൾ പ്രൊഡ്യൂസ് ആയി കഴിഞ്ഞാൽ എന്താണ് ഇവിടെ നോർത്ത് ഇവിടെ നോർത്ത്, അപ്പോൾ ഒപ്പോസ് ചെയ്തിട്ട് എന്താ പറയുക പിന്നെ മാഗ്നറ്റ് അങ്ങോട്ട് നീങ്ങാനായിട്ടൊരു വർക്ക് ചെയ്യേണ്ടി വരും. കാരണം ഇവ രണ്ടും തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സിനെ ഓവർകം ചെയ്തിട്ട് വേണം പിന്നെ അതങ്ങോട്ട് നീക്കാനായിട്ട്. ആ വർക്കാണ് പിന്നീട് ഉണ്ടാകുന്ന ഇലക്ട്രിക് കറണ്ടിന് കാരണക്കാരനായിട്ടുള്ളത്. അതുകൊണ്ടാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞത്. കാരണം ഈ ഒരു റിപ്പൾസീവ് ഫോഴ്സിനെ ഓവർകം ചെയ്തിട്ട് വേണം
പിന്നീട് എന്താ പറയുക മാഗ്നറ്റിനെ മൂവ് ചെയ്യാനായിട്ട്. ഇനിയല്ല ഇത് തെറ്റാന്ന് വിചാരിച്ചോ. ഇനി ഇതിന് ഈ നോർത്ത് പോളിന് പകരം ക്ലോക്ക് വൈസ് ആയിട്ട് തന്നെ കറണ്ട് പോയി എന്ന് വിചാരിച്ചോ. ക്ലോക്ക് വൈസ് ആയിട്ട് തന്നെ കറണ്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു സൗത്ത് പോൾ ഉണ്ടാവും. സൗത്ത് പോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുന്നത്? ഇവിടെ നോർത്ത് പോൾ അടുത്തുകൊണ്ടിരിക്കുന്നത്, ഇവിടെ സൗത്ത് പോൾ ഉണ്ടാവുന്നുണ്ട്. നോർത്ത് സൗത്ത് തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു കോയിൽ എടുത്തു, അവിടേക്ക് മാഗ്നറ്റ് കൊണ്ടുവയ്ക്കുന്നത്, മാഗ്നറ്റ് അങ്ങോട്ട് തിരിച്ച് എന്താ പറയുക അതിൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെയല്ല നമ്മൾ ഉണ്ടാവുന്നത്. നമുക്ക് കാണുമ്പോൾ എന്താ പറയുക വെറുതെ ശൂന്യതയിൽ നിന്ന് എനർജി ഉണ്ടാവുകയാണ് അപ്പോൾ ചെയ്യണത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സാഹചര്യമാണ്. നമുക്ക് എന്താ പറയുക വർക്ക് ചെയ്താൽ മാത്രമാണ് ഈ ഇലക്ട്രിക് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ ഇതൊന്നും കൂടിയും പറയാണ്, നമ്മൾക്ക് എന്താ പറയുക വെറുതെ ഒരു കോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കോയിലിൻ്റെ അടുത്തേക്ക് നമ്മൾ നോർത്ത് പോളിനെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോർത്ത് പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തെ അതിന് ടുവേർഡ്സ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലെൻസസിലോ പറയുന്നത് അതിനെ ഒപ്പോസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ടുവേർഡ്സ് ആണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒപ്പോസ് ചെയ്യാനായിട്ട് റിപ്പൾസീവ് ഫോഴ്സ് വേണം. റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവാനായിട്ട് നോർത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ നോർത്ത് തന്നെ ഉണ്ടാവണം. നോർത്ത് ഉണ്ടാവാനായിട്ട് നമുക്ക് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഇൻഡ്യൂസ് കറണ്ട് എന്ന് പറയുന്നത്. ഇൻഡ്യൂസ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിരിക്കും. കാരണം നോർത്ത് പോൾ ടുവേർഡ്സ് ആണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് വെച്ചിട്ട് തന്നെ കുറച്ച് നമ്മൾ സൈനുകൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ അത് പറയുന്നതിന് മുന്നാണ് ഇതിപ്പോൾ തീർക്കേണ്ടത്. എന്താണ് നമ്മുടെ ലെൻസസ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുക ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം ഇതിന് ഈ ഒരു റിപ്പൾസീവ് ഫോഴ്സിനെ ഓവർകം ചെയ്തിട്ടുള്ള നമ്മുടെ വർക്കിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, നമ്മൾ ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതിനി പറയാൻ പോകുന്നതാണ് ആ 4 സൈനുകൾ എന്ന് പറയുന്നത്. സൈനുകളല്ല, 4 കേസുകളാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ലെൻസസിലോ തന്നെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു 4 കേസുകളാണ്. ഇതെന്ന് പറയുന്നത് ഓരോ കോയിലുകളാണ്. ഈ കൊടുത്തിരിക്കുന്നതൊക്കെ മാഗ്നറ്റുകളാണ്. ഇതിൽ ഓരോന്നിൻ്റെയും എന്താ പറയുക ഓരോ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് കേസ് നമുക്ക് കൺസിഡർ ചെയ്യാനായി. ഈ ഫസ്റ്റ് കേസിലെന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റ് എന്ന് പറയുന്നത് താഴോട്ടേക്ക് നീങ്ങാണെന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് നോർത്ത് പോളാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. നോർത്ത് പോൾ അടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് പോളിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്നതും നോർത്ത് പോൾ തന്നെ ആയിരിക്കണം. നോർത്ത് പോൾ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് ഏത് ഡയറക്ഷനിലാണ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് പാസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ കോയിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോയിൽ എന്ന് പറയുന്നത് ഒരു ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ക്ലോക്ക് വൈസ് ആണ്, ഇങ്ങോട്ട് പോകുന്നതാണ് കൗണ്ടർ ക്ലോക്ക് വൈസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മുടെ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നത്, ഇവിടെ നോർത്ത് പോൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. കാരണം നോർത്ത് പോൾ അടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് കുറച്ച് പ്രത്യേകതയുണ്ട്. ഈ മാഗ്നറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് കേസിൽ താഴോട്ടല്ല പോകുന്നത്. ഈ മാഗ്നറ്റ് മുകളിലോട്ടാണ് പോകുന്നത്. നോർത്ത് പോൾ മൂവിങ് എവേ ഫ്രം ദ കോയിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാൻ കാരണമായിട്ടുള്ളത് നോർത്ത് പോള് മൂവിങ് എവേ ആണ്. അപ്പോൾ നമുക്ക് നോർത്ത് പോളിൽ മൂവിങ് എവേനെ ഒപ്പോസ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വലിക്കുകയാണ് വേണ്ടത്. എങ്ങനെയാണ് ഇങ്ങോട്ട് വലിക്കാനായിട്ട് ഉണ്ടാവേണ്ടത്? നമ്മുടെ ഇവിടെ നോർത്ത് പോളിൽ ഇവിടെ സൗത്ത് പോൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ നോർത്ത് സൗത്ത് തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അട്രാക്ഷൻ ഓവർകം ചെയ്തിട്ട് വേണ്ടി വരും ഈ മാഗ്നറ്റിനെ മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ എന്താണ് നോർത്ത് പോൾ മൂവിങ് എവേ ആണെന്നുണ്ടെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യേണ്ടത് സൗത്ത് പോളാണ്. സൗത്ത് പോൾ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് എങ്ങനെ ഏത് ഡയറക്ഷനിലാണ് നമുക്ക് വേണ്ടത്? സൗത്ത് പോൾ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ നമ്മുടെ കോയിലൊന്നും കൂടി എടുക്കുന്നത്, കോയിൽ ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എന്താണ് ഈ കോയിലിലൂടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇതാണ്. കാരണം സൗത്ത് പോൾ ഉണ്ടാകാൻ കാരണം എന്താണ്? നോർത്ത് പോൾ മൂവിങ് എവേ ആണ്. അതിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് കിട്ടേണ്ടത്. അട്രാക്റ്റീവ് ഫോഴ്സ് കിട്ടാനായിട്ട് സൗത്ത് പോളാണ് ഉണ്ടാകുന്നത്. ഇനി ഈ കേസ് നോക്കാം. സൗത്ത് പോൾ മൂവിങ് ടുവേർഡ്സ് ദ കോയിൽ. സൗത്ത് പോൾ മൂവിങ് ടുവേർഡ്സ് ദ കോയിൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് മൂവിങ് ടുവേർഡ്സ് ആണ്. അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് റിപ്പൾസീവ് ഉണ്ടാക്കണം. റിപ്പൾസീവ് ഉണ്ടാക്കാനായിട്ട് സെയിം പോളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെയും സൗത്ത് പോളാണ് ഉണ്ടാകുന്നത്. സൗത്ത് പോളാണെന്നുണ്ടെങ്കിൽ ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഡയറക്ഷനാണ് കിട്ടേണ്ടത്. ക്ലോക്ക് വൈസ് നമ്മൾ നേരത്തെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇതാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. സൗത്ത് പോൾ മൂവിങ് ടുവേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകേണ്ടത്. ഇനി ഈ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് പോൾ മൂവിങ് എവേ ഫ്രം ദ കോയിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സാണ് ഇതിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാക്കാനായിട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോളാണ് വേണ്ടത്. ഇവിടെ സൗത്ത് പോളാണ് മൂവിങ് എവേ. അപ്പോൾ ഇവിടെ നോർത്ത് പോൾ ഉണ്ടാക്കണം.
നോർത്ത് പോൾ ഉണ്ടാകാനായിട്ട് എങ്ങനത്തെയാണ് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഇൻഡ്യൂസ്ഡ് കറണ്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് നമുക്ക് ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 4 കേസുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? നോർത്ത് പോൾ മൂവിങ് ടുവേർഡ്സ് ദ കോയിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടുള്ള കറണ്ട്. നോർത്ത് പോൾ മൂവിങ് എവേ ഫ്രം ദ കോയിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്ലോക്ക് വൈസ് ആയിട്ടുള്ള കറണ്ട്. ഇനി സൗത്ത് പോൾ മൂവിങ് ടുവേർഡ്സ് ദ കോയിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഇൻഡ്യൂസ്ഡ് കറണ്ടാണ് കിട്ടേണ്ടത്. ഇനി സൗത്ത് പോൾ മൂവിങ് എവേ ഫ്രം ദ കോയിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടുള്ള കറണ്ടാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉള്ളതെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നീറ്റ് മാസ്റ്റർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ NCERTയിലത്തെ എന്താ പറയുക ഈ ഫാരഡേസ് ലോസും ലെൻസസ് ലോയും ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അതിൽ കുറച്ച് ഹിസ്റ്ററി ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫാരഡേസ് എക്സ്പെരിമെൻറ്റിന് ഭാഗത്തൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക. ഇതിൽ എന്താ പറയുക അത്രയ്ക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ഫാരഡേസ് ലോസ് എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നുള്ളത് എന്താ പറയുക മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ പറ്റാവുന്ന അത്ര ആൾക്കാർ ഫെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം ഉണ്ട് ഉബണ്ടുവിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഈ ഫാരഡേസ് ലോസ് നമുക്കൊന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.